എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മക്കളാണെങ്കിൽ അത്തപ്പൂക്കളം ഇടുകയാണ്. അപ്പോൾ വലിയ ആഡംബരമായ രീതിയിലല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ചൊല്ല് ഇവിടെ അന്വർത്ഥമാവുകയാണ്. കാരണം കുറച്ച് പൂക്കൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏഞ്ചുവാണെങ്കിൽ അറേഞ്ച് ചെയ്ത് രണ്ടുപേരും കൂടെ വൈകിട്ടിരുന്ന് റെഡിയാക്കി ഇട്ടതാണ്. കുറച്ച് പൂക്കൾ വെച്ചിട്ട് അത്യാവശ്യം അവരുടെ ഒരു ആഗ്രഹത്തിന് ഒരു അത്തപ്പൂക്കളം അവർ തന്നെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനലായിട്ടുള്ളത് കേട്ടോ. സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കൊണ്ടാട്ടമുളക്, അതുപോലെ ഉപ്പെടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ ആണെങ്കിൽ വെള്ള നാരങ്ങ, അതുപോലെ തന്നെ പുളിയിഞ്ചി, നാരങ്ങ ഡേറ്റ്സും കൂടി ഇട്ടത്, പപ്പടം, പഴം, പിന്നെ മെഴുക്കുവരട്ടി വെച്ചത്, അത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് കിച്ചടി, ഓലനാണെങ്കിൽ കൂടുതൽ പയറാണ്. പിന്നെ അതുപോലെ കൂട്ടുകറി, കാളൻ, പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. തോരനാണെങ്കിൽ വെച്ചേക്കുന്നത് ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ട് തോരനാണ്. പിന്നെ പയറ് കറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെക്കുന്നത് നമ്മുടെ ഈ ചെറുപയറുണ്ടല്ലോ, പച്ച, ആ ചെറുപയറാണ് പരിപ്പ് കറിയായിട്ട് നമ്മൾ വെക്കുന്നത്. പിന്നെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ഉപ്പേരിയും ഉണ്ടായിരുന്നു. അതുപോലെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിട്ടില്ല. സേമിയ പായസവും അതുപോലെ തന്നെ പാലട പായസവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കിയ പായസമായിരുന്നു. അതുപോലെ തന്നെ നെയ്യും ഉണ്ടായിരുന്നു. നെയ്യാണെങ്കിൽ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഈ ഫോട്ടോ എടുത്ത സമയത്തുണ്ട്, നെയ്യും ഉണ്ടായിരുന്നു. ആദ്യം കുഞ്ഞുങ്ങൾക്കാണ് സദ്യ വിളമ്പിയത്. അവരെ അപ്പം ആണെങ്കിൽ ഹാളിലിരുത്തി പായൊക്കെ ഇട്ടിട്ട് ഇലയൊക്കെ ആണെങ്കിൽ വിരിച്ച്, അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ സദ്യ വിളമ്പി ഓരോരോ വിഭവങ്ങൾ ഓരോരുത്തരായിട്ടാണെങ്കിൽ വിളമ്പി കൊടുത്തു. അങ്ങനെ അവർക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവരാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് അവർക്ക് വിളമ്പി നമ്മൾ ആണെങ്കിൽ അവർ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതാണ് ആദ്യമാണെങ്കിൽ അവരെ തന്നെ എത്തി. കുഞ്ഞുങ്ങളാണെങ്കിലും ഓരോരുത്തരാണെങ്കിലും ഓരോ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പുന്നത് ക്ഷമയോടുകൂടി അങ്ങനെ അവരെ ഇരുന്ന് അവർ സദ്യയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. നമുക്കാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം അവരാണെങ്കിൽ നാളെ അവർക്കാണെങ്കിൽ ഇതൊക്കെ ഒരു ഓർമ്മയാണ്. കാരണം നമ്മൾ നമ്മളുടെ കുട്ടിക്കാലത്തെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ അവരോട് വാതോരാതെ നമ്മൾ സംസാരിക്കും. ഇപ്പം നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോഴായാലും നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അതിലും നല്ല ഓർമ്മകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നാൽ പോലും നമ്മളെപ്പോഴും ഓർക്കുന്നതും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതുമായ കാര്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്തെ ഓണം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ മക്കളാണെങ്കിലും വലുതായി കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനോടും അവരാണെങ്കിൽ ഇങ്ങനെ അവരുടെ മക്കളോടും ഒക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരുടെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ വേണ്ടേ. അപ്പം ഇത് ഒരു നല്ല ഓർമ്മകളായിട്ട് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. അതൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷിക്കാനിട വരട്ടെ അല്ലേ. ഹസ്നയിന്ന് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഏതാ ഇഷ്ടപ്പെട്ടേന്ന് പറ. സാമ്പാർ, അച്ചാർ, ഇഞ്ചിപ്പുളി, ഇത് ആവിയൽ എല്ലാം. ആണോ? എനിക്ക് വയ്യ. ഇഞ്ചിന് എന്താ പറയുക ഇഷ്ടപ്പെട്ടെ? പയറുകറിയും ചോറും അച്ചാറും ഇതും ഇഷ്ടപ്പെട്ടു. ഏതിനോ ഒരെണ്ണത്തിന് എരിയുണ്ടല്ലോ. ഏബലല്ലേ ഇഷ്ടപ്പെട്ടെ? ഏബൽ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ പറയാൻ പറ്റത്തില്ല.
ആ പറ്റത്തില്ല കേട്ടോ, ഇല ഫുള്ളാക്കണം. മോനെ ഏതാ ഇഷ്ടപ്പെട്ടെ? ആ കുഞ്ഞിനേതാ ഇഷ്ടപ്പെട്ടെ? കുഞ്ഞു പറ. ഫുള്ളു എനിക്ക് വയ്യ. ഓ, കുഞ്ഞുവിൻ്റെ റിവ്യൂ എനിക്ക് മാറ്റി. കുഞ്ഞിന് ഫുള്ള് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു ബോസ് തുടങ്ങുമോ? ഓണത്തിന് സദ്യ മാത്രമല്ലല്ലോ, ഓണത്തിന് ഓണക്കളികളില്ലാതെ എന്താഘോഷം. അപ്പം നമ്മുടെ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു. അപ്പം അവർക്കാണെങ്കിൽ സദ്യ ഉണ്ടതിനെക്കാട്ടിലൊക്കെ വലിയ സന്തോഷമായിട്ട് തോന്നിയത് ഈ കുറച്ച് ഗെയിമുകളായിരുന്നു. അപ്പം പക്ഷെ ആദ്യം തന്നെ കസാരകളിയിൽ നിന്നാണെങ്കിൽ തുടക്കം കിട്ടും. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഗെയിമിൻ്റെ റൂൾസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. തിരിഞ്ഞു വന്നിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കൊട്ടാൻ വേണ്ടി. കാരണം സോങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടില്ലേ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഏഞ്ചലാണെങ്കിൽ ഇത് പിന്നെ കൊട്ടിക്കൊണ്ടിരുന്നത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതും പെട്ടെന്നാണെങ്കിൽ അവൾ നിർത്തുകയും ചെയ്തു, ചാടി കയറി ഇരിക്കുകയും ചെയ്തു. പിന്നെ അതിന് ഞാനും തന്നെ ആണെങ്കിൽ ഒന്നുകൂടി ഇവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു, ഈ സെയിം ആൾക്കാർ വെച്ചിട്ട്. അപ്പോൾ അത് കാണാം. നോക്കല്ലേ, നോക്കാൻ പാടില്ല. കൈയടിക്കടാ അസ്ന, അസ്ന. അപ്പോൾ കസേരകൾ കഴിഞ്ഞിട്ട് അടുത്തതാണെങ്കിൽ മെഴുകുതിരി കത്തിച്ചോട്ടായിരുന്നു. നമ്മുടെ സ്ഥലം അറിയാമല്ലോ, ഈ ചെറിയ സ്ഥലത്താണ്. ഒരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണ് വേണ്ടി പറഞ്ഞത്. അപ്പം അത് നമുക്ക് കണ്ടാലോ. ആദ്യ ഫസ്റ്റ്
മെഴുകുതിരി കത്തിച്ചോട്ടം കഴിഞ്ഞപ്പം അടുത്തതാണെങ്കിൽ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഓടുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അപ്പോൾ അത് കളിപ്പിച്ചു. അതിൽ ആദ്യയുടെ പോയത് ഏബലിൻ്റെ പോയി, പിന്നെ ഏഞ്ചലും അസ്നയും കൊണ്ടാണെങ്കിൽ ഉള്ള ഗെയിമാണ്. പക്ഷെ അവർ രണ്ടുപേരുടെയും പോയിട്ടില്ല കേട്ടോ, അസ്നയാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടിയിലാണ്. പെട്ടെന്ന് തന്നെ ഏഞ്ചല് റെഡിയാക്കിയെടുത്തൊരു സുന്ദരിയാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ സുന്ദരിക്ക് പൊട്ട് തൊട്ടു. ഇത് കറക്റ്റ് ഏബിലത് തൊട്ടിട്ടുണ്ട്. ഞങ്ങളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഏബിലാണ് ജയിച്ചത്. വേണ്ട കറക്കണ്ട, അതറിയാലോ. ആലോചിച്ച് മതിയടി, മതി മതി. അവിടെ തന്നെ ഇതാണ് പേപ്പർ. റിജാനാണെങ്കിൽ അളവൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് പക്ഷേ പൊട്ട് തൊട്ട്, പക്ഷേ കറക്റ്റ് അല്ലായിരുന്നു. വടംവലി മത്സരം ഇല്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. നമുക്കിവിടെ വടമൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഷാളെടുത്തിട്ട് വടമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ ആണെങ്കിൽ വടംവലി മത്സരം നടത്തി. ഏവര് വീണ വീഴ്ച കാണുമ്പോൾ ഓർക്കും ദൈവമേ ഇത്ര വലുതായിട്ട് വീണാന്ന്. പകുതിയാണെങ്കിൽ ആക്ഷനായിരുന്നു കേട്ടോ. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കളിച്ച്. അപ്പോൾ ഇത് എപ്പോഴും നമുക്കാണെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടണമെന്നില്ല. കാരണം ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും മിക്ക ദിവസങ്ങളിലും നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും തിരക്കിലുള്ള ദിവസമായിരിക്കും. വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാനും അതുപോലെ തന്നെ ഇങ്ങനെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നത്. നമുക്ക് മാക്സിമം നമ്മൾ കിട്ടാവുന്ന ദിവസങ്ങളിലൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നാളത്തെ നല്ല നല്ല ഓർമ്മകളായിട്ട് മാറാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്.
മോനെ പയ്യെ പോയാൽ മതി, പയ്യെ പോയാൽ മതി, പയ്യെ പോ, പയ്യെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം. മക്കൾക്കൊക്കെ ആണെങ്കിൽ ഗെയിമൊക്കെ കളിച്ചിട്ട് മതിയായിട്ടില്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടെ നിർത്തി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.